ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പല വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം മറ്റു രാജ്യങ്ങളിലേക്കുള്ള പല വിമാനങ്ങൾ, കേരളത്തിൽ നിന്ന് പുറപ്പെടേണ്ട പല വിമാനങ്ങളും റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. നൃപൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. യെസ്, നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ ആശങ്കയിലാഴ്ത്തുന്ന രീതിയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി വിമാനങ്ങൾ ഇങ്ങനെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോഴും അതുതന്നെയാണ്. കാരണം പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണമായ ഒരു സമാധാന ശ്രമങ്ങളിലേക്കോ സമാധാന ചർച്ചകളിലേക്കോ പോലും പോകുന്നില്ല. ആശങ്കയുടെ മണിക്കൂറുകൾ നിലനിൽക്കുമ്പോഴും കൂടുതൽ വിമാനങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടുകയാണ്. ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. നോർക്കയുടെ ഭാഗത്തു നിന്ന് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ യാത്രികർക്ക് ലഭിക്കുന്ന വിമാന അതോറിറ്റികളിൽ നിന്ന്, എയർപോർട്ടിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? റീഷെഡ്യൂള്, റീഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അഷുറൻസ്, ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുന്നുണ്ടോ? വിനിഷ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ കാര്യങ്ങളുടെ അനിശ്ചിതത്വം തുടരുന്നു. ഓരോ ഫ്ലൈറ്റ് കമ്പനികളും മണിക്കൂറിന് 1-2 മണിക്കൂർ മുമ്പ് അവരുടെ വിമാന സർവീസ് റദ്ദാക്കിയെന്ന മെസ്സേജുകൾ ടിക്കറ്റ് എടുത്ത പാസഞ്ചേഴ്സിനെല്ലാം അറിയിക്കുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂർ മുൻപൊക്കെയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് മാത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട 17 വിമാനങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട 15 വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. 16 വിമാനങ്ങളും. അങ്ങനെ 33 വിമാനങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വരേണ്ടതും പോകേണ്ടതുമായ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. പൂർണ്ണമായി ഗൾഫിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വരേണ്ട വിമാനങ്ങൾ പൂർണ്ണമായി റദ്ദാക്കിയ അവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി വരെ റദ്ദാക്കിയ ആകെ വിമാനങ്ങളുടെ എണ്ണമാണ് തിരുവനന്തപുരത്ത് മാത്രം 33 ഉള്ളത്. കേരളത്തിലാകെ വിമാനത്താവളങ്ങളിൽ 82 83 സർവീസുകൾ റദ്ദാക്കി എന്നതാണ് ഔദ്യോഗികമായി വരുന്ന വിവരം. ഇത് പലതും റീഷെഡ്യൂൾ ചെയ്യുന്ന മെസ്സേജുകൾ വരുന്നുണ്ട്. പക്ഷേ റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ പിറ്റേ ദിവസവും അത് ക്യാൻസൽ ചെയ്യുകയാണ്. ചിലർക്ക് മണിക്കൂറുകൾക്ക് ശേഷം 7-8 മണിക്കൂറിന് ശേഷം ടിക്കറ്റ് ചാർജ് റീഫണ്ട് ചെയ്ത് ലഭിക്കുന്നുണ്ട്. എല്ലാ ഫ്ലൈറ്റ് കമ്പനികളും ഏജൻസികളും പറയുന്നത് പുറപ്പെടുന്നതിന് മുമ്പ്, എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഓൺലൈനായി ഷെഡ്യൂൾ പരിശോധിക്കുകയും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം എയർപോർട്ടിൽ എത്തേണ്ടത് എന്ന നിർദ്ദേശങ്ങൾ എല്ലാ വിമാന കമ്പനികളും നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൻ്റെ പറയുമ്പോൾ 7:25 കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട കുവൈറ്റ് എയർവേയ്സിൻ്റെ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 10:45 പുറപ്പെടേണ്ട ഷാർജ, 11:35 പുറപ്പെടേണ്ട റിയാദ് വിമാനങ്ങൾ എന്നിവയും റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എയർ അറേബ്യ, ഇത്തിഹാദ്, ഖത്തർ എയർവേയ്സ്, കുവൈറ്റ് എയർവേയ്സ്, എമിറേറ്റ്സ് ഗൾഫ്, എയർ ഇന്ത്യ, ഒപ്പം തന്നെ ഇൻഡിഗോ എന്നീ വിമാന കമ്പനികളുടെ സർവീസുകൾ പൂർണ്ണമായി കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കിയിരുന്നു. അതുകൊണ്ട് അനിശ്ചിതത്വം തുടരുന്നു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ഈ പറഞ്ഞ സംഘർഷം ഉടലെടുത്ത ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ വിമാന ടിക്കറ്റ് എടുത്ത പാസഞ്ചേഴ്സിനൊക്കെ, യാത്രികർക്കൊക്കെ തന്നെ ആശങ്കയുണ്ടായിരുന്നു. വിമാനത്താവളത്തിലേക്ക് തലേദിവസം എത്തിയവർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വാർത്തകൾ കൂടുതൽ സജീവമാവുകയും ഈ വിമാന കമ്പനികൾ നേരിട്ട് ഈ പാസഞ്ചേഴ്സിന് മെസ്സേജ് അയക്കുകയും ഇത് ഔദ്യോഗികമായി പിന്തുടരണം എന്ന നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിലേക്ക് യാത്രികർ എത്തുന്നില്ല. അങ്ങനെ എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയില്ല. പക്ഷേ ഇതിൻ്റെ അനിശ്ചിതത്വം തുടരുകയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരാൻ മുൻപേ ടിക്കറ്റ് എടുത്ത പലരുടെയും പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം പല അടിയന്തരമായ ആവശ്യങ്ങൾക്കും വിവാഹങ്ങൾക്കും ഒക്കെ തന്നെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പലർക്കും തിരിച്ചു വരാൻ ഇങ്ങോട്ട് കഴിയുന്നില്ല. വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചങ്ങോട്ട് പോകേണ്ട ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് വിനിഷ അറിയാമല്ലോ, പലരും ഈ തൊഴിൽ വിസയിൽ എടുത്ത് പണിയെടുക്കുന്നവരാണ്. റെസിഡൻസ് വിസയിൽ കഴിയുന്നവരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ നിശ്ചിത അവധി ദിവസങ്ങൾക്ക് ശേഷം മടങ്ങുന്നതിന് 2-3 ദിവസം ബാക്കി നിൽക്കുമ്പോഴായിരിക്കും സാധാരണ പ്രവാസികൾ ടിക്കറ്റ് എടുത്ത് തിരിച്ചങ്ങോട്ട് മടങ്ങുക. അങ്ങനെയാണ് പൊടുന്നനെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ മാറിയത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് അതാത് കമ്പനികളിൽ നിന്ന് ഇതിനുള്ള ഇളവ് നൽകാനും അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകണമെന്ന ഉള്ള തരത്തിലുള്ള അഭ്യർത്ഥനകളാണ് പലതും വരുന്നത്. നോർക്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക്കാണ്. അവിടെ ഏകദേശം 600ഓളം കോളുകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും നിരവധി കോളുകളാണ് വരുന്നത്. ഏകദേശം പകുതിയോളം കോളുകൾ
ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ വിമാനങ്ങൾ റദ്ദാക്കിയുമായി ബന്ധപ്പെട്ട കോളുകളാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ പല ആവശ്യങ്ങൾക്കും ടിക്കറ്റ് എടുത്തവർ, ഒപ്പം തന്നെ സ്വകാര്യമായി ഈ പറഞ്ഞ കമ്പനികളിൽ ജോലി ചെയ്യുന്ന പലരുടെയും വിസ കാലാവധിയുമായി ബന്ധപ്പെട്ട തൊഴിൽ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിരവധി കോളുകൾ വരുന്നുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കിൽ വിദേശത്ത് നിന്ന് വിളിക്കുന്നതിനും ഒപ്പം തന്നെ ടോൾ ഫ്രീ നമ്പർ പ്രത്യേകവും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോളുകൾ വരുന്നുണ്ട്. അത് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ എംബസികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ നോർക്കയുടെ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത്. അത് സംബന്ധിച്ചുള്ള ഏകീകരണവും ഇത് സംബന്ധിച്ച ക്രോഡീകരണവും ഒക്കെ തന്നെ നോർക്കയും നടത്തുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയോ പ്രശ്നങ്ങളുള്ളവരൊക്കെ തന്നെ ഈ ടോൾ ഫ്രീ നമ്പറുകളിലേക്ക് വിളിക്കാം. ഫോൺ നമ്പർ എന്ന് പറയുന്നത് 8802012345 ഒപ്പം തന്നെ ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 180042533939 എന്ന ടോൾ ഫ്രീ നമ്പറാണ്. ഇതിലേക്ക് രണ്ടിലേക്കും നിരവധി മെസ്സേജുകൾ വരുന്നുണ്ട് എന്നതാണ് നോർക്കയുടെ CEO നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന വിമാന ടിക്കറ്റുകൾ റദ്ദാക്കിയാൽ തന്നെ അതൊന്ന് ഒരാഴ്ച തന്നെ ഡിലേ വന്നാൽ തന്നെ അതൊന്ന് റീഷെഡ്യൂൾ ചെയ്ത് വരാൻ തന്നെ ഏകദേശം ഒരു മാസത്തോളം എടുക്കും. അതുകൊണ്ട് എത്ര ദിവസം ഇത് നീണ്ടുപോകുന്നോ അത്രയും ബുദ്ധിമുട്ട് ഈ വിമാന ടിക്കറ്റുകളെ സംബന്ധിച്ചുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്രയ്ക്ക് പുറപ്പെടുന്നവർ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളും ഓൺലൈൻ സൈറ്റിൽ നോക്കി ഉറപ്പിച്ച ശേഷം മാത്രമേ എയർപോർട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ. പിന്നെ ആശങ്കയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടെ തന്നെ തുടരുക, ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ മാത്രം തേടുക, അല്ലാതെ വരുന്ന മെസ്സേജുകൾ ഒന്നും അത് ഫോളോ ചെയ്യാതിരിക്കുക എന്ന നിർദ്ദേശമാണ് നോർക്ക നൽകിയിട്ടുള്ളത്. വിനീഷ.